വിശാലമായ നമ്മുടെ തലച്ചോറിലെ ന്യൂറൽ നെറ്റ്വർക്ക് സിസ്റ്റവും പ്രപഞ്ചത്തിൻ്റെ ഔട്ട്സൈഡ് ഒബ്സർവർ നോക്കുമ്പോൾ കാണുന്ന കോസ്മിക് വെബുകളും ഇത്തരത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ വിവിധങ്ങളായ അവയവങ്ങളും പ്രപഞ്ചത്തിലെ പല രൂപങ്ങളെയും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടനവധി കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ തലച്ചോറിലെ ന്യൂറൽ നെറ്റ്വർക്കുകൾക്ക് കാരണമാകുന്ന രൂപങ്ങളും അതിൻ്റെ നോഡുകളും പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും പുറമേ നിന്നുകൊണ്ടുള്ള രൂപങ്ങളെയും ഗാലക്സികളെയും നിരീക്ഷിക്കുന്ന സമയത്ത് കാണുന്ന കോസ്മിക് വെബുകളും തമ്മിൽ എന്തെങ്കിലും സാദൃശ്യം വരാൻ സാധ്യതയുണ്ടോ? എപ്പോഴെങ്കിലും അതിൻ്റെ ഘടനയും താരതമ്യവും നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ? എന്നാൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് തലച്ചോറിലെ ന്യൂറൽ നെറ്റ്വർക്കുകളുടെ നോഡുകൾ പരസ്പരം കണക്ട് ചെയ്യുന്നത് മനസ്സിലാകും. എന്നാൽ ലെനൈക്ക സൂപ്പർ ക്ലസ്റ്റർ ഉൾപ്പെടെയുള്ള മിൽക്കി വേ ഗാലക്സി അടങ്ങിയിരിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഗാലക്സികളെ ഒത്തൊരുമിപ്പിച്ച് കാണുന്ന ചിത്രങ്ങളിൽ കാണുന്ന ഫിലമെൻറ്റുകൾ എന്താണ്? ഗാലക്സികൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടമായിട്ടുള്ള യൂണിറ്റുകളാണെങ്കിൽ, ഉദാഹരണത്തിന് ഇവിടെ മിൽക്കി വേ, ഇവിടെ ആൻഡ്രോമീഡ, ഇവിടെ ട്രയാങ്കുലം അങ്ങനെ നിൽക്കുന്നതാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ രൂപം കാണിക്കുന്ന ചിത്രകാരൻ്റെ ഭാവനയിലുള്ള സയൻറ്റിഫിക്കലി ആക്യുറേറ്റ് ആയിട്ടുള്ള ഇത്തരം ചിത്രങ്ങളിൽ ഫിലമെൻറ്റുകൾ വരേണ്ട ആവശ്യമുണ്ടോ? അതിൽ കാണിച്ചിരിക്കുന്നത് പോലെ പ്രപഞ്ചത്തിൽ ഗാലക്സികൾ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഈ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്തതിന് ശേഷം മാത്രമേ ആ കോസ്മിക് വെബ് എന്ന് പറയുന്ന രൂപവും നമ്മുടെ തലച്ചോറിനകത്തുള്ള ന്യൂറൽ നെറ്റ്വർക്കുകളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ. അതിനു മുമ്പ് കോസ്മിക് വെബുകളെ കുറിച്ച് സംസാരിക്കണം. ഹായ് ഫ്രണ്ട്സ്, JR സ്റ്റുഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗാലക്സികൾ ഏകദേശം 9300 കോടി പ്രകാശവർഷം അകലെയുള്ളതാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പുകളുടെ ചിത്രീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് 100 കോടിയിലധികം ഗാലക്സികൾ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സൂര്യനെ പോലെയുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങളാണ് മിൽക്കി വേ പോലെയുള്ള ഓരോ ഗാലക്സികൾക്കും രൂപം നൽകുന്നത് എന്നുള്ളത് മാറ്റിവെച്ചിട്ട് ഈ ഒരുപാട് നക്ഷത്രങ്ങളടങ്ങിയ ഗാലക്സികളെ ഓരോ യൂണിറ്റായിട്ട് സങ്കല്പിക്കുക. ഇനി നമ്മൾ മിൽക്കി വേ ഗാലക്സിയുടെ മെമ്പറാണ്. തൊട്ടപ്പുറത്ത് മിൽക്കി വേ ഗാലക്സിയുടെ അയൽക്കാരൻ എന്ന് പറയുന്നത് ആൻഡ്രോമീഡ ഗാലക്സിയാണ്. അതിനപ്പുറത്ത് ട്രയാങ്കുലം ഗാലക്സികളും മറ്റ് ഗാലക്സികളും അടങ്ങിയിട്ട് നമ്മളൊരു ലോക്കൽ ഗ്രൂപ്പ് പരിഗണിക്കുന്നു. അതിനുശേഷം വിർഗോ സൂപ്പർ ക്ലസ്റ്ററും ലെനൈക്ക സൂപ്പർ ക്ലസ്റ്ററും പരിഗണിച്ചിട്ട് നമ്മൾ പുറമേ പോവുകയാണ്. നമ്മളൊരു നിരീക്ഷകനായി, ഒരു ഒബ്സർവറായി വളരെ കോടിക്കണക്കിന് പ്രകാശവർഷം അകലേക്ക് പോയിട്ട് പ്രപഞ്ചത്തിൽ നമ്മുടെ ഗാലക്സികളെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന തരത്തിലുള്ള ഫിലമെൻറ്റുകളാൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? 1980കളിൽ തന്നെ പ്രപഞ്ചത്തിൽ ഗാലക്സികൾ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ധാരണ ഗവേഷകർക്കിടയിൽ സജീവമായിരുന്നു. അതിന് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച ഒരു അവകാശവാദമായിരുന്നു ഡാർക്ക് മാറ്ററിൻ്റെ സാന്നിധ്യവും പ്രപഞ്ചമുണ്ടായ സമയത്ത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിന്ന കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ്റെ ഡിസ്ട്രിബ്യൂഷനും അഥവാ വിതരണവും. ഇതിനെക്കുറിച്ചുള്ള കാര്യമായിട്ടുള്ള പഠനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു തെളിവ് ആദ്യമായി ലഭിക്കുന്നത് 2014 അക്കാലത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള തിളക്കമുള്ള ബ്ലാക്ക് ഹോളിൻ്റെ അകമ്പടിയോടുകൂടി പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിപ്പം കൂടിയ പ്രകാശമാനമായ ക്വാസാറുകളിൽ നിന്നും ചില സൂചനകൾ ഗാലക്സികൾ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഗവേഷകർക്ക് ലഭിച്ചു. അതിനുശേഷം കഴിഞ്ഞ വർഷം 2023 സെപ്റ്റംബർ മാസത്തിൽ ശക്തമായിട്ടുള്ള ഒട്ടനവധി തെളിവുകൾ പല ടെലസ്കോപ്പുകളുടെയും ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് പോലെയുള്ള ദൂരദർശിനികളുടെയും സഹായത്തോടു കൂടി ശാസ്ത്രലോകം സ്വരൂപിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഗാലക്സികൾ പരസ്പരം കണക്ട് ചെയ്യുക? അതിൻ്റെ പിന്നിൽ എന്ത് ലോജിക്കാണുള്ളത്? നമ്മുടെ സോളാർ സിസ്റ്റം സൂര്യൻ്റെ അകമ്പടിയോടുകൂടി മിൽക്കി വേ ഗാലക്സിയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് നക്ഷത്രങ്ങൾ നമ്മുടെ ഗാലക്സിയിലുണ്ട് താനും. എന്നാൽ നമ്മുടെ ഗാലക്സിയിൽ നിന്നും പിന്നെയും 25 ലക്ഷം പ്രകാശവർഷത്തിൽ അകലെ ദൂരെയാണ് ആൻഡ്രോമീഡ ഗാലക്സി നിൽക്കുന്നത്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ നമ്മുടെ ഗാലക്സികളെ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ നമ്മുടെ അയൽക്കാരനായിട്ടുള്ള ഗാലക്സി ആയിട്ട് പോലും ഒരു ഫിലമെൻ്റ് ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രപഞ്ചത്തിലെ മറ്റ് ഗാലക്സികൾ പരസ്പരം കണക്ട് ചെയ്യുക? അതിനുള്ള ഉത്തരം പ്രപഞ്ചത്തിൻ്റെ തുടക്കമായിട്ടുള്ള ബിഗ് ബാങ്ങിൽ നിന്നാണ് ഗവേഷകർ തരുന്നത്. മാത്രമല്ല ബിഗ് ബാങ് മുതൽ ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നായ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്ന മാറ്റർ
അതായത് നമുക്ക് കാണാനോ ഇൻ്ററാക്ട് ചെയ്യാനോ സാധിക്കാത്ത എന്നാൽ പ്രപഞ്ചത്തിൽ 80% നിറഞ്ഞു നിൽക്കുന്ന പദാർത്ഥങ്ങൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. ഭൂമി ഡാർക്ക് മാറ്ററിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ ഉപകരണങ്ങൾക്ക് അത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. എന്നാൽ നമുക്കിതുവരെയും വളരെ സോളിഡ് ആയിട്ടുള്ളൊരു തെളിവ് കിട്ടിയിട്ടുമില്ല. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നേരിട്ടല്ലാത്ത മെത്തേഡുകളിലൂടെ ഗാലക്സികൾ ഡാർക്ക് മാറ്ററിലൂടെ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതിന് തെളിവുകൾ നിരത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ അവർ അത് വിഷ്വലൈസ് ചെയ്യുന്ന രീതിയിലുള്ള അനിമേഷനുകളും പുറത്തുവിട്ടു എന്നുള്ളത് മറ്റൊരു വാസ്തവം. പറഞ്ഞു വരുന്നത് ബിഗ് ബാങ്ങിന് ശേഷമുള്ള നിമിഷങ്ങളിൽ ആദ്യകാല ഗാലക്സികൾ രൂപപ്പെടുമ്പോൾ തന്നെ അവയ്ക്ക് പരസ്പരം കണക്ഷൻ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചും അത്തരത്തിൽ 10ഓളം ഗാലക്സികൾ കണക്ട് ചെയ്യപ്പെട്ടിരുന്നതിൻ്റെ തെളിവുകളായിട്ടുള്ള പ്രകാശം തൻ്റെ ലെൻസിൽ വന്ന് വീണു എന്നുള്ള തരത്തിൽ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഡാറ്റകൾ തന്നിരുന്നു. അതായത് നമുക്ക് ബിഗ് ബാങ്ങിൻ്റെ സമയത്തേക്ക് നോക്കാൻ കഴിയും. എത്ര ദൂരത്തേക്ക് നോക്കുന്നോ അത്രത്തോളം കാലത്തിൽ നിന്ന് പുറകോട്ട് സഞ്ചരിക്കാൻ കഴിയുന്നതാണ് ഇത്തരം ടെലസ്കോപ്പുകളുടെ പ്രത്യേകത. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. നിങ്ങളിത് മനസ്സിലാക്കുക, ബിഗ് ബാങ്ങിന് ശേഷം നക്ഷത്ര രൂപീകരണം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കളായിട്ടുള്ള ഹൈഡ്രജനും ചെറിയ തോതിലുള്ള ഹീലിയവുമൊക്കെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് സ്പേസിൽ കിടക്കുകയായിരുന്നു. ഇവ പരസ്പരം കൂടിച്ചേർന്നുകൊണ്ട് നക്ഷത്ര രൂപീകരണവും ഈ നക്ഷത്ര രൂപീകരണത്തിൽ നിന്നും ഗാലക്സികളുടെ രൂപീകരണവും ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും എത്തും പിടിയുമില്ലാതെ സ്വതന്ത്രമായി പല വഴിക്ക് കിടക്കുകയല്ല ഇവ ചെയ്യുന്നതെന്നും ഏതെങ്കിലും തരത്തിൽ പരസ്പരം കണക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നും ഗവേഷകർ പറയുന്നു. ഉദാഹരണത്തിന് ഹൈഡ്രജൻ ബോണ്ടിൻ്റെ പ്രത്യേകത കൊണ്ടാണ് വെള്ളത്തിൻ്റെ രൂപം മഞ്ഞായി മാറുമ്പോഴുണ്ടാകുന്ന സ്നോ ഫ്ലേക്കുകൾക്ക് 6 വശങ്ങളുള്ള നല്ല രസകരമായ രൂപങ്ങൾ ഉണ്ടാകുന്നത്. അതൊരു പാറ്റേൺ ആണ്. അതുപോലെ തന്നെ നമീബിയയിലെ മരുഭൂമികളിലേക്ക് ശ്രദ്ധിച്ചാൽ കാറ്റിൻ്റെ സാന്നിധ്യം കൊണ്ട് ക്രസൻറ്റ് രൂപത്തിലുള്ള ഡ്യൂണുകൾ രൂപപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രകൃതിയിൽ തന്നെ പല രൂപങ്ങളും ഇത്തരത്തിൽ സിമ്പിൾ രൂപത്തിൽ നിന്നും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേണുകളായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും കോടി വർഷമെടുത്തുകൊണ്ട് പരിണാമപ്പെട്ട പ്രപഞ്ചത്തിന് ബിഗ് ബാങ്ങിന് ശേഷം ഇങ്ങോട്ടുള്ള കാലഘട്ടം പരിശോധിക്കുമ്പോൾ ക്രമേണ ഗാലക്സികൾ രൂപപ്പെട്ടതാണെങ്കിലും അവയ്ക്കിടയിലൂടെ ഹാലോകൾ, ടണലുകൾ സൃഷ്ടിക്കാൻ ഡാർക്ക് മാറ്ററുകൾക്ക് സാധിക്കുന്നുണ്ടെന്നും ഗാലക്സികൾ പരസ്പരം ഹൈഡ്രജൻ പോലെയുള്ള വസ്തുക്കളെ ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള പഠനമാണ് 2023 സെപ്റ്റംബർ മാസങ്ങളിൽ പുറത്തേക്ക് വരുന്നത്. അതായത് ഗാലക്സികൾ ഒരിക്കലും ഫ്യൂവൽ തീർന്നു പോകുന്നില്ല. പ്രപഞ്ചത്തിൻ്റെ പല ഭാഗത്തായിട്ട് ചിന്നി ചിതറിക്കിടക്കുന്ന വാതകങ്ങളായാലും മാറ്ററുകളായാലും നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഡാർക്ക് മാറ്ററുകളായാലും പല ഗാലക്സികളിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഗവേഷകർ നൽകുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്നു മുതൽ ഇങ്ങോട്ട് ചിത്രകാരൻ്റെ ഭാവനയിൽ എന്നുള്ള നിലയ്ക്ക് വരയ്ക്കുന്ന പ്രപഞ്ചത്തിൻ്റെ രൂപങ്ങൾക്ക് ഫിലമെൻ്റ് മാതൃകകളുള്ളത്. കോസ്മിക് വെബുകൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. വെബ് ലൈക്ക് സ്ട്രക്ചറാണ്. അത് ചിലപ്പോൾ ചിലന്തി വരകൾ വലിച്ചു കെട്ടിയ രൂപത്തിലോ മറ്റേത് രൂപത്തിൽ വേണമെങ്കിലും ചിത്രീകരിക്കാൻ സാധിക്കും. പക്ഷേ മനസ്സിലാക്കുക, ഇവയ്ക്കിടയിൽ ഗ്രാവിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. സ്നോഫ്ലേക്കുകൾക്കിടയിൽ ഹൈഡ്രജൻ ബോണ്ട് വർക്ക് ചെയ്യുന്ന പോലെ, ഡ്യൂണുകൾ നിർമ്മിക്കാൻ കാറ്റ് സഹായിക്കുന്നത് പോലെ നമ്മുടെ പ്രപഞ്ചത്തിൽ ഗാലക്സികളെ വലിച്ചു കെട്ടി പരസ്പരം കണക്ട് ചെയ്യുന്ന രൂപത്തിൽ ഡാർക്ക് മാറ്ററും അവയ്ക്കിടയിലൂടെ ഹൈഡ്രജനും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഫിലമെൻറ്റുകൾക്ക് കാരണമാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഗുരുത്വാകർഷണ ബലത്തിനാണ്. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇത് ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻ കൈമാറ്റമാണോ? ഗാലക്സികൾ പരസ്പരം എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൈമാറുന്നുണ്ടോ? ഈ ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതല്ല എങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇത് കൈമാറുന്നതിലൂടെ ഒരു സന്തുലിതാവസ്ഥ പ്രപഞ്ചത്തിൽ നിലനിർത്താൻ ശ്രമിക്കുകയാണോ? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ബ്രെയിനിൽ ന്യൂറോണുകൾ പരസ്പരം നോഡുകളിലൂടെ സിഗ്നൽ കൈമാറുന്നതും പ്രപഞ്ചത്തിൻ്റെ രൂപവും തമ്മിലുള്ള ഒരു സാമ്യത കാണാൻ കഴിയുന്നത്. ഞാൻ വീഡിയോയുടെ ആദ്യ ഭാഗം പറഞ്ഞതുപോലെ തന്നെ തലച്ചോറിലെ ന്യൂറൽ നെറ്റ്വർക്കുകളെയും പ്രപഞ്ചത്തിൻ്റെ വലിയ രൂപത്തിലുള്ള ഫിലമെൻറ്റുകൾ അടങ്ങിയ ഗാലക്സികളെയും ചിത്രീകരിക്കുമ്പോൾ സാമ്യത കാണാൻ കഴിയുന്നതിലൂടെ പലരും അവകാശപ്പെടുന്നുണ്ട് നമ്മൾ ആരുടെയെങ്കിലും തലച്ചോറിനകത്തുള്ള ന്യൂറൽ നെറ്റ്വർക്കുകളായ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നവരാണോ എന്നുള്ളത്. ആ ചോദ്യത്തോട് എനിക്ക് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. അതൊക്കെ നമ്മൾ മൾട്ടിവേഴ്സ് സങ്കല്പിക്കുന്നത് പോലെയുള്ള സങ്കല്പങ്ങൾ മാത്രമാണ്. എന്നാൽ ലോജിക്കലി ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൻ്റെ ന്യൂറൽ നെറ്റ്വർക്കുകളുടെ ഘടനയും പ്രപഞ്ചത്തിൻ്റെ കോസ്മിക് വെബ് സ്ട്രക്ചറുകളും തമ്മിൽ സാമ്യതയുണ്ട് എന്നാണ് വിശ്വസിക്കാവുന്ന പഠനങ്ങൾ പുറത്തേക്ക് വിടുന്ന ഒരു വിവരം. അതിൻ്റെ അർത്ഥം നമ്മളെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മതലത്തിലുള്ള ഒരു റിഫ്ലക്ഷനാണോ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് നയിക്കാം. പ്രപഞ്ചം ഇന്ന് കാണുന്ന രീതിയിലുള്ള രൂപത്തിന് കാരണമായ നിയമങ്ങൾക്ക് തുല്യമായ നിയമങ്ങൾ അല്ലെങ്കിൽ അതുപോലെ പറയാവുന്ന നിയമങ്ങൾ നമ്മുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും
ഉണ്ടാകാം. ഇതൊരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യനായി തോന്നാമെങ്കിലും ശാസ്ത്രീയമായി ഇതിനെക്കുറിച്ച് ഗവേഷണം ചെയ്ത സയൻറ്റിസ്റ്റുകൾ ഒരുപാടുണ്ട്. ഉദാഹരണത്തിന് ബോൾസ്മാൻസ് ബ്രെയിൻ പാരഡോക്സ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതായത് എല്ലാത്തിനും അത്യന്തികമായി ബോധമുണ്ടെന്നും പ്രപഞ്ചത്തിൽ ആവശ്യത്തിന് സമയവും പദാർത്ഥങ്ങളും ഉണ്ടെങ്കിൽ മസ്തിഷ്കം പോലെ ബോധമുണ്ടാകാവുന്ന രൂപങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നും ബോൾസ്മാൻ എന്ന് പറയുന്ന ചിന്തകൻ ഗവേഷകൻ മുന്നോട്ട് വെച്ച ഒരു പാരഡോക്സ് ആണ് ബോൾസ്മാൻസ് ബ്രെയിൻ പാരഡോക്സ്. അതേസമയം ഫ്രാങ്കോ വാസവയും ആൽബർട്ടോ വെറ്റി എന്ന് പറയുന്ന 2 ഗവേഷകർ നടത്തിയ വലിയ തോതിലുള്ള ഡാറ്റാബേസുകളുടെ സിമുലേഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തിൽ കോസ്മിക് വെബുകളിലൂടെ ഗാലക്സികൾ എങ്ങനെയാണോ പരസ്പരം പദാർത്ഥങ്ങൾ കൈമാറ്റം ചെയ്യുന്നത്, അതുപോലെ തലച്ചോറിലെ ന്യൂറൽ നെറ്റ്വർക്കുകൾക്ക് സാമ്യതകളുണ്ടെന്ന് പറയുന്നു. പ്രപഞ്ചത്തിൽ ഡാർക്ക് മാറ്റർ നിറഞ്ഞു നിൽക്കുന്ന ശതമാനക്കണക്കിന് തുല്യമായ രീതിയിൽ നമ്മുടെ തലച്ചോറിൽ ജലം 70% ഡോമിനേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും തലത്തിൽ പ്രപഞ്ചത്തിൻ്റെ വലിയ രൂപത്തിനും തലച്ചോറിലെ ന്യൂറൽ നെറ്റ്വർക്കുകൾക്കും അതിൻ്റെ ഘടനാപരമായ സാമ്യമുണ്ടെങ്കിൽ അതിനെ ശാസ്ത്രീയമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ ആ ഒരു വിശാലതയെക്കുറിച്ചും അതേസമയം മനുഷ്യൻ്റെ തലച്ചോറിനെക്കുറിച്ചും അതിലൂടെ നമ്മൾ അതിനെ പഠിച്ചുണ്ടാക്കാൻ ശ്രമിക്കുന്ന കൃത്രിമ ബുദ്ധിയെക്കുറിച്ചുമൊക്കെ തന്നെ വലിയ തോതിലുള്ള ആശയങ്ങൾ ഈ ഒരു ഗവേഷണം നമുക്ക് തരും. ഇവിടെ യുക്തിസഹജമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന മനുഷ്യന് പാറ്റേണുകൾ തിരിച്ചറിയാനുള്ള പരിണാമപരമായി സിദ്ധിച്ച കഴിവിനെക്കുറിച്ചാണ്. എന്തിനും ഏതിലും പാറ്റേണുകൾ ശ്രദ്ധിക്കാനുള്ളൊരു ജിജ്ഞാസ മനുഷ്യൻ്റെ പരിണാമ പ്രക്രിയയിൽ തന്നെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ കാണപ്പെടുന്ന പല പാറ്റേണുകളും യാദൃച്ഛികമായിട്ടുണ്ടായിരുന്നതാണ് എന്ന ബോധത്തിൽ നിന്ന് മാറി കൃത്യമായിട്ടുള്ള ഭൗതികശാസ്ത്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാറ്റേണുകൾ ഉണ്ടാകുന്നത് എന്ന് മനുഷ്യൻ മനസ്സിലാക്കി. ഗ്രീക്ക് ചിന്തകരും ഇന്ത്യൻ ചിന്തകരും ഒക്കെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് സുവർണ അനുപാതം അഥവാ ഗോൾഡൻ റേഷ്യോ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിബനോച്ചി സീക്വൻസ് ഉണ്ടാക്കുകയും അതിനുശേഷമുള്ള ചില പ്രത്യേക രൂപങ്ങളിലൂടെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന പല രൂപങ്ങളെയും സാമ്യപ്പെടുത്തുകയും ചെയ്തു. ഉദാഹരണത്തിന് ഗോൾഡൻ റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഒരു പ്രത്യേകതരം സ്പൈറൽ ഉണ്ട്. ഈ സ്പൈറൽ നമ്മുടെ ചെവിക്കകത്തുള്ള രൂപം മുതൽ പ്രപഞ്ചത്തിൻ്റെ ഗാലക്സികളുടെ സ്പൈറൽ ഷേപ്പിനെയും കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രൂപത്തെയും തുടങ്ങി മറ്റെല്ലാ കാര്യങ്ങളിലും നമുക്ക് പാറ്റേൺ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു റേഷ്യോ ആണ്. അപ്പോൾ ഇത്തരം പാറ്റേണുകൾ കണ്ടെത്താനുള്ള കഴിവ്, അതിൻ്റെ സാമ്യതകളെ റിലേറ്റ് ചെയ്യാനുള്ള കഴിവ് മനുഷ്യ മസ്തിഷ്കത്തിന് പണ്ടേയുണ്ട്. ഈ പാറ്റേണുകളുടെ അന്വേഷണം പിന്നീട് നമ്മൾ കൊണ്ടുചെന്ന് എത്തിയത് DNA-യുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ കണ്ടെത്തിയതു മുതലുള്ള ഒരുപാട് കാര്യങ്ങളിലേക്കാണ്. അങ്ങനെയാണ് നമ്മൾ ജ്യോമിതിയും മറ്റ് രൂപങ്ങളും മാത്തമാറ്റിക്സും ഒക്കെ തന്നെ വികസിപ്പിച്ചെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് സാമ്യതകൾ തോന്നാം. നമ്മുടെ കണ്ണിൻ്റെ ഐറിസിൻ്റെയും അതിന് ചുറ്റുപാടുമുള്ള മെലാനിൻ്റെയും ഡിസ്ട്രിബ്യൂഷന് സമമായിട്ട് ക്രാബ് നെബുലയോ ഹെലിക്സ് നെബുലയോ തോന്നുന്നത് ഇത്തരത്തിലുള്ള ചില സാമ്യതകൾ നമ്മൾ അതിൽ ആരോപിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. വിവരങ്ങൾ കൈമാറുന്ന സിംഗിൾ യൂണിറ്റുകൾ നോഡുകൾ കൊണ്ട് കണക്ട് ചെയ്യപ്പെടുമ്പോൾ പ്രപഞ്ചത്തിലെ ഗാലക്സികൾ ഡാർക്ക് മാറ്ററിൻ്റെ സഹായത്തോടു കൂടി ചില ടണലുകൾ ഉണ്ടാക്കി ഹൈഡ്രജൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായിട്ട് താരതമ്യപ്പെടുത്താനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവുക എന്നുള്ളത് സാധാരണമാണ്. കാരണം നമ്മൾ ആ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളതും പണ്ട് മുതലേ വിശ്വസിച്ച് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ ശാസ്ത്രീയമായിട്ട് ഇവയ്ക്ക് തമ്മിൽ ബന്ധമുണ്ടോ എന്നും അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാമെന്നും ഗവേഷകർ ശ്രമിക്കുമ്പോൾ തന്നെ അവർ ഭയക്കുന്നൊരു കാര്യം, നിങ്ങളെല്ലാവരും ഭയക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് സൃഷ്ടിവാദത്തിൻ്റെയും ഗ്രാൻഡ് ഡിസൈനിൻ്റെയും പേരിൽ ഇതെല്ലാം തന്നെ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്നും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും മനുഷ്യ സൃഷ്ടിയും തമ്മിൽ സാമ്യതയുണ്ടെന്നും ഇതെല്ലാം പെട്ടെന്ന് പൊട്ടിമുളച്ചതാണ് എന്ന് ആരോപിക്കുന്നവരുടെ കയ്യിലേക്ക് പോയി ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റുമോ എന്നാണ് ശാസ്ത്രലോകത്തിന് ആശങ്കയുള്ളത്. എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയത പഠിക്കുക, നിയമങ്ങൾ പഠിക്കുക. ആ നിയമങ്ങൾ പ്രപഞ്ചത്തിൻ്റെ എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു മികച്ച സിദ്ധാന്തമായി മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇത്തരം സാമ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നേട്ടം കൊയ്യാനായിട്ട് ശ്രമിക്കുന്നവരുടെ കയ്യിലേക്ക് ഇത്തരം ഗവേഷണങ്ങൾ എത്തരുത് എന്നാണ് ഈ പറയുന്ന പ്രപഞ്ചത്തിൻ്റെ വലിയ വിശാലമായ ഘടനയെയും ബ്രെയിനിൻ്റെ ന്യൂറൽ നെറ്റ്വർക്കുകളെയും കുറിച്ച് പഠിക്കുന്നവർ ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ നെറ്റ്വർക്കുകളും പ്രപഞ്ചത്തിൻ്റെ കോസ്മിക് വെബുകളും തമ്മിൽ എന്തെങ്കിലും സാമ്യതയുണ്ടോ എന്നുള്ള വിഷയത്തിൽ ഏതാനും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ചർച്ച ചെയ്തത്. കൂടുതൽ വിഷയങ്ങളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ടെക്സ്റ്റുകളും ഒക്കെ തന്നെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ കൃത്യമായി അപ്ലോഡ് ചെയ്യാറുണ്ട് വീഡിയോയ്ക്ക് പുറമെ. അപ്പോൾ നിങ്ങളൊരു ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും JR സ്റ്റുഡിയോയുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.